നമ്മളിങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും. കുളുകുളു നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഹലോ, ഹായ്, റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരപ്പം ഉണ്ടാക്കിയാലോ? ഇവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഒറ്റയപ്പം എന്നും പറയും, ഒരപ്പം എന്ന് പറയും, പിന്നെ കലത്തപ്പം എന്നും അങ്ങനെയൊക്കെ പലവിധം പറയും കേട്ടോ. ഇന്ന് നമുക്ക് അതൊന്ന് ഉണ്ടാക്കണത് കാണാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ നാഴിയിലാണ്, നമ്മളെ പണ്ടത്തെ സ്റ്റൈലിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചേട്ടാ, നമ്മളെ പഴമക്കാരെ. അതാ ഞാൻ നാഴി മാവ് എടുത്തിട്ടുണ്ട്, ഒരു നാഴി മാവ്. പിന്നെ ഞാൻ ഒരു തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൊത്താണിത്. പിഴിഞ്ഞ പാൽ ഇതായിരിക്കും. ഇത് തോനെ വെള്ളത്തിൽ, ഒരുപാട് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് വേണ്ട ഏലക്ക, ഞാൻ 4 ഏലക്ക എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിലോട്ട്, ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അങ്ങനെയൊക്കെ ലാസ്റ്റൊക്കെ ചേർക്കണവരുണ്ട്, പക്ഷേ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തോ ഇതാ ഒരു നുള്ളു ഉപ്പിടും, ഒരു ശകല ഉപ്പ്. ഇനി ഇതാ അടുത്തത് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് എടുക്കാം. നമുക്കിപ്പോൾ എത്ര മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം. എന്നാലും അത്യാവശ്യം മധുരം വേണം കേട്ടോ അതിന്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നാഴി മാവല്ലേ എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, പഞ്ചസാര ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുട്ട അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളമല്ല ചേർക്കണം കേട്ടോ, തേങ്ങാപ്പാലും. ഇതാ കണ്ട, തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് നന്നായി ഒന്ന് കലക്കാം. നമ്മൾ ഈ കലക്കി വരുമ്പോഴത്തേക്ക് വെള്ളം കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ല, ആദ്യമേ മൊത്തം വെള്ളത്തിലല്ല കലക്കണത് തേങ്ങാപ്പാൽ. ഇപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കണം, ഭയങ്കര വലുതല്ല, ഇടത്തരം, ഇത്തിരി അത്യാവശ്യം വലുതും ചെറുതെന്ന് പറയാനും പറ്റില്ല. ആ സൈസിനുള്ള തേങ്ങ നല്ലതുപോലെ തിരികി അതിനെ പിഴിഞ്ഞ് 2 പാല് പിഴിഞ്ഞെടുത്ത് ചേർത്ത് വെച്ചിരുന്നതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബാക്കി വരണ ഇത് ഒഴിക്കാം. തേങ്ങാപ്പാൽ ബാക്കി വരണത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ, മധുരം ഉണ്ടാ. അപ്പോൾ മധുരം കുറച്ച് ചേർക്കണവർക്ക് കുറച്ചും ചേർക്കാം, പിന്നെ മധുരം വേണം എന്നുള്ളവർക്ക് മധുരവും ചേർത്ത് കൊടുക്കാം. കണ്ട ഇങ്ങനെ വെള്ളം കണക്ക് ഇരിക്കണം, ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. കണ്ടല്ലേ, ഇതിലിങ്ങനെ ഈ കറുത്ത് കിടക്കണ അത് ഏലക്കയുടെ അരിയാണ് കേട്ടോ. വേണ്ട ഏലക്ക, ഇതിപ്പോൾ മധുരമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇത്രയും ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ നെയ്യൊന്നും ചേർക്കൂല, നെയ്യ് അല്ലാതെ ഉണ്ടാക്കിയാൽ മതി ഇതുപോലെ. ഇപ്പം നമുക്കിപ്പോൾ എന്താ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട്, ഇല്ലാതെ ഇത് അടാലി പുടാലൊന്നും മാറിയിടണ്ട, കടാലി പുടാലി. നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് നന്നായി കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോന്ന് ചെയ്യാം, ഇതാ ഞാൻ ഇപ്പം ഈ അലുമിനിയം ചരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. ഇതിലേക്ക് ഇപ്പം ഞാൻ ചട്ടി ഗ്യാസിലോട്ട് വെച്ച് ചരുവം ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ വെള്ളം നനവൊക്കെ പോയിട്ട്, അപ്പം ഇനി അതിലേക്ക് ഇതാണ്ട എണ്ണ ഇങ്ങനെ എണ്ണ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് എന്തോന്ന് ചെയ്യണമെന്നറിയാം. ക്യാമറാമാനൊക്കെ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതാ ഇങ്ങനെ ഇളക്കി മൊത്തത്തിൽ, എങ്കിലല്ലേ നമ്മൾ മാവ് വീഴുന്ന ആ സ്ഥലം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ഇങ്ങനെ പുരട്ടി കൊടുക്കണം. വേണ്ട എണ്ണ
എങ്കിലേ അത് ഇളവി വരുള്ളൂ. പക്ഷേ ഉണ്ടാക്കിയിട്ട് ഇന്ന് എടുക്കുകയും ചെയ്യരുത്, നാളെ എടുക്കാവൂ. ഇന്നിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ എടുക്കണം. ഇതിന് ശേഷം മൊത്തത്തിൽ എണ്ണ ഇങ്ങനെ തടവി കൊടുക്കണം. എന്നിട്ട് കണ്ടണ്ട ബാക്കി എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ എല്ലാം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഈ മാവ് ഇതിലേക്ക് ഒഴിക്കാം. ചട്ടി വെള്ളത്തോടെ ഒന്നും എടുത്ത് എണ്ണ പുരട്ടി കളയില്ല കേട്ടോ. ചട്ടി ചൂടാക്കിയതിന് ശേഷം കറക്റ്റ് സോറി കരിവോ. അപ്പം ഇതിലോട്ട് ഒഴിക്കുകയാണ്. കണ്ട ഇതെല്ലാം അപ്പം ഇതിലോട്ട് ഒഴിച്ച് ശകലം വെള്ളം കൂടെ കൊണ്ട് നമുക്കത് ആ പാത്രത്തിൽ നിന്നേ മാവിരുന്ന പാത്രമല്ലേ നമ്മൾ കലക്കി വെച്ചിരുന്ന, അപ്പം കുറച്ചുകൂടെ ഇങ്ങനെ കണ്ട. ഇപ്പം എങ്ങനെയായി ഇതാ കണ്ട. ഇപ്പം എന്താ ഇങ്ങനെയല്ലേ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണം. ഇനി എന്ത് ചെയ്യാം? ഇനി ഇത് ഞാൻ ഗ്യാസിലല്ല ഇതുണ്ടാക്കണത്. ഞാൻ വെളിയിൽ ചുടുകട്ട കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ തീ കത്തിച്ച് ഈ ഒരപ്പ ഇളക്കി നിന്ന് ഇത് നമുക്കുണ്ടാക്കാം. ഇങ്ങനെതാ ചുടുകട്ടയൊക്കെ കൂട്ടി ഇതാ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരപ്പത്തിൻ്റെ മാവ് ഇതാ കലക്കിയത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. കുറഞ്ഞ തീയേ ഇടാവൂ. കണ്ട ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളെ കൈ എടുക്കുകയേ ചെയ്യരുത്. പുകയൊക്കെ കാണും ഗൈസ്. പുക കൈ ഒടിഞ്ഞതിന് ശേഷം മറ്റേത് ഞാൻ ഇവിടെയാണ് ചോറ് വയ്ക്കണമായിരുന്നു. അപ്പോൾ കൈ ഒടിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് മക്കളിവിടെ വെളിയിൽ തീ കത്തിക്കാൻ സമ്മതിക്കൂല. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ തീ കത്തിക്കണത്. പുക അടിക്കണ അറ്റത്തോട്ട് നിൽക്കണ്ട, നേരെ തിരിഞ്ഞ് നിൽക്കാം. ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കണം. ഇത് നല്ലതുപോലെ സെറ്റ് ആവണത് വരെ ഇങ്ങനെ ഇളക്കണം. അപ്പം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇതങ്ങനെ കുറുവി നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതെന്തോന്ന് ചെയ്യണം? ഞാൻ ഇളക്കി നിന്ന് ഇങ്ങനെ ആക്കി എടുത്ത് ഇനി ഇത് അടച്ചിട്ട് കൊടുക്കുക. അടച്ചിടുന്നത് ഇതാ ഞാൻ പറഞ്ഞുതരാം. അതാണ്ട നമ്മളെ ഉരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം നാടൻ സ്റ്റൈലാണ്. ഈ ഉരട്ടിച്ചട്ടി കൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കണം. ഇതങ്ങനെ വെക്കണം. എന്നിട്ട് എന്തോന്ന് ചെയ്യണമെന്നറിയാം? തീ വളരെ കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഈ കണലിൽ ഈ മാവ് വെന്ത് കഴിഞ്ഞ് കുറുക്കിയപ്പോൾ ഇനി ഈ കണലിൽ കിടന്ന് നല്ലതുപോലെ ഇതാവണം. ഇനി ഈ കണലിലാണ് കിടന്ന് അത് വേവാനുള്ളത്. കണ്ടല്ലോ. അപ്പം ഞാൻ അടച്ചിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി അങ്ങനെ കിടക്കട്ടെ, കുറേ നേരം അങ്ങനെ കിടക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വേലയും കൂടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഇനി ഒരു വേല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. അതാണ്ട് ഈ ഉരട്ടിച്ചട്ടിയുടെ മുകളിൽ ഇതങ്ങനെ കണലിട്ട് കൊടുക്കണം. കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ആവി അടിയിലോട്ട് അടിച്ച് ആവി ചൂട് ഇതിനകത്ത് അടിയിലോട്ട് അടിക്കണം. ഈ മാവിനകത്ത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മാവിനകത്തോട്ടടിക്കും, ചൂടടിക്കണം. എന്താ ഇങ്ങനെ കണലിട്ട് കൊടുക്കും. കുറച്ച് കണലിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ അങ്ങ് വെച്ചേക്കും. അപ്പോൾ രാവിലെ ആവുമ്പോൾ ഒരപ്പം റെഡിയായിരിക്കും. കണ്ടല്ലോ, ഇതാണ് ഒരപ്പം. ഒറ്റയപ്പം, കലത്തപ്പം എന്നൊക്കെ പറയുന്നപ്പം ഇത് എല്ലാം റെഡിയായി നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മളെ ഈ ചരുവത്തിൽ നിന്ന് പ്ലേറ്റിലോട്ട് തട്ടാൻ പോവുകയാണ് ഒരപ്പം. ഒരപ്പം സെറ്റ് ആയിട്ടുണ്ട്. വേണ്ട, അടിപൊളിയായിട്ടുണ്ട്. കട്ട് ചെയ്യതാ, നല്ല സ്പോഞ്ചാണ്.
പഞ്ഞി കണക്കിരിക്കുന്നു. ഹാ, ഇതാണ് നമ്മളെ ഒറ്റയപ്പം. കഴിച്ചോ? അടിപൊളി, നല്ല പഞ്ഞി കണക്കിരിക്കുന്നു. കുളു കുളു, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ കഴിച്ചു നോക്കും. ഇങ്ങനെ എടുത്തോ, അങ്ങോട്ട് കടിച്ചിട്. കണ്ടാ, ഭയങ്കര സോഫ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. കറക്റ്റ് പാവം. അടിപൊളി. നമ്മൾ കേക്ക് കട്ട് ചെയ്യും കണക്കതാ. ഇപ്പം രാവിലെ ഉണ്ടാക്കി അടുപ്പിട്ടിരുന്ന വൈകിട്ട് എടുക്കാം, വൈകിട്ട് ഉണ്ടാക്കിയിട്ടിരുന്ന രാവിലെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് എടുക്കുന്നത്. ഇതാ കണ്ട, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.